എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ആർട്ടിൻ സൂപ്പിനേക്കാൾ ഫലപ്രദമായൊരു ടോണിക്കിനെ പറ്റി നിങ്ങൾക്കറിയുമോ? എങ്കിൽ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം ജീവിതത്തിൽ നമ്മളെ എല്ലാ കാര്യത്തിലെയും ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ സ്വയം തന്നെയുള്ള കോപം, വേദന, വിരോധം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് തിരിച്ചു കൊടുക്കുന്നത്. അതിനാൽ ക്ഷമ എന്നത് ഒരു മൂല്യം മാത്രമല്ല, വലിയ ശക്തിയുള്ള ഒരു എനർജി ഷിഫ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ക്ഷമ അല്ലെങ്കിൽ ഫോർഗീവ്നെസ് ആണ് ആർട്ടിൻ സൂപ്പിനേക്കാൾ ശക്തി കൂടിയ ടോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷമ എന്നത് മറ്റൊരാളുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പിഴവുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു തെറ്റ് അതിനോട് പൊറുക്കുകയും ആ വിരോധത്തെ വിട്ടയക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത തെറ്റിനെ ആദ്യം മനസ്സിൽ അംഗീകരിക്കുക. സ്വന്തം തെറ്റിനെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്ഷമ തുടങ്ങുന്നത്. നമ്മുടെ തെറ്റ് മറ്റൊരാൾക്ക് ദുഃഖം എന്നൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് തീർച്ചയായും നമ്മൾ മാപ്പ് ചോദിക്കണം. വിനയത്തോടെയുള്ള ഒന്ന് ക്ഷമിക്കണം എന്ന ഒരു വാക്ക് ഒരു വലിയ മാറ്റം തന്നെ വരുത്തിയേക്കാം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും തെറ്റ് ആവർത്തിക്കില്ല